ഹലോ ഡിയേഴ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്ര ചെയ്യാൻ ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരിക്കൽ ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ടൊരു യാത്ര പോയി. ഒരു പക്ഷേ രാജസ്ഥാൻ സന്ദർശിച്ചിട്ടുള്ളവർക്ക് ഈ സ്ഥലം ഏതാണെന്ന് കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതാണ് രാജസ്ഥാനിലെ ജയ്പൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ജൽമഹൽ. മാൻസാഗർ തടാകത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം കാണുവാൻ വേണ്ടി ദിവസേന ഒരുപാട് വിദേശികൾ ഇവിടേക്ക് എത്താറുണ്ട്. ഇവിടെ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ് സഞ്ചാരികൾ എത്തുന്നിടത്തെല്ലാം പക്ഷികൾക്കുള്ള ധാന്യം തയ്യാറാക്കി വെക്കുന്ന കച്ചവടക്കാർ. 10 രൂപയ്ക്ക് ലഭിക്കുന്ന ആ ധാന്യങ്ങൾ ഞാനും വാങ്ങി ഒരു പാത്രം. എന്നിട്ട് പ്രാവുകളുടെ തൊട്ടരികെ നിന്ന് അതുങ്ങൾക്ക് ഇങ്ങനെ വെതറി ഇട്ട് കൊടുത്തു. തൊട്ടടുത്തോടെയൊക്കെ ഈ പ്രാവ് ഇങ്ങനെ പറന്നു പോകുന്നതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. പ്രാവുകളുടെ അടുത്ത് പോയി നമ്മളിങ്ങനെ ഇരിക്കുകയും തൊട്ടടുത്ത് നിന്ന് അതുങ്ങൾക്ക് ഇങ്ങനെ ധാന്യങ്ങൾ വിതറി കൊടുക്കുകയും പേടിയൊന്നുമില്ലാതെ അതുങ്ങൾ നമ്മളെങ്ങനെ തൊട്ടുരുമ്പി പറന്ന് നടക്കുകയൊക്കെ ചെയ്യുന്നത് ശരിക്കും ഭയങ്കര കൗതുകം തോന്നുന്ന ഒരു കാഴ്ച തന്നെ കേട്ടോ. കൗതുകം തോന്നുന്ന ഒരു അനുഭവം തന്നെയാണ്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തോന്നും ചിലപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെയെന്ന്. അങ്ങനെ അല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ നടന്നു നോക്കും പല ഭാഗത്തും കാണാം കേട്ടോ, ഇതുപോലെ ധാന്യങ്ങളുമായിട്ട് കച്ചവടക്കാരിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് വെച്ചിട്ട് മുമ്പോട്ട് നടക്കുക. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം 2 സൈഡിലുമായിട്ട് നമ്മൾ നടന്നു പോകുന്ന സ്പേസിൽ നിന്ന് 2 സൈഡിലുമായിട്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട്. കുറേ പേര് വളകൾ, അങ്ങനെ വള, മാല, അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കുന്നവർ, പിന്നെ ചെരുപ്പ്, പിന്നെ ഫുഡ് ഐറ്റംസ്, പല രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കുന്നവരുണ്ട്. ഇത് സീസണിൽ മാത്രം കാണുന്നൊരു കാഴ്ചയല്ല കേട്ടോ. മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ കാണുന്ന ഒരു കാഴ്ചയും തിരക്കൊക്കെ തന്നെയാണ് ഇത്. കുറച്ച് പുറം കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം പിന്നീട് ഞങ്ങൾ ജൽമഹലിലേക്ക് തന്നെ ഞങ്ങളുടെ കാഴ്ചയെ തിരിച്ചു വിട്ടു. രമ്യ വളരെ ഉത്സാഹത്തോടെ തന്നെ ഓടിപ്പോയി ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ജൽമഹലിലേക്ക് കണ്ണു നട്ട് കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരിക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങളൊക്കെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജൽമഹലിനെ കുറിച്ച് അവൾ കേട്ടിട്ടുള്ളതും അവളുടെ അറിവിലുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. പുള്ളിക്കാരിക്ക് യാത്രകളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. നമുക്കിവിടെ നിന്നൊരു വ്ളോഗ് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി കളിയാക്കി അതിൻ്റെ ഒരു ആക്ഷനൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോഴൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതുപോലൊരു വ്ളോഗായിട്ട് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമായിരിക്കുമെന്ന്. എന്തോ അന്ന് ഷൂട്ട് ചെയ്ത് എടുത്ത് വെച്ചിരുന്നു. ഇപ്പം എന്തായാലും അവൾ അന്ന് പറഞ്ഞ പോലെ കളിയാക്കിയതുപോലെ തന്നെ ഇത് യൂട്യൂബിലൊരു വ്ളോഗായിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. മഴയൊക്കെ പെയ്തിട്ട് തടാകത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്തൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷെ ഒരുപാട് വൃത്തി പ്രതീക്ഷിച്ച് നിങ്ങൾ ഒരിക്കലും ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വരരുത് കേട്ടോ. വീണ്ടും ഞങ്ങൾ പുറത്തേക്കുള്ള കാഴ്ചയിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ 2 കരയിലുമായി കാണുന്ന ഓരോരോ കാഴ്ചകളും കണ്ടുകൊണ്ട് അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. രമ്യ തിരിഞ്ഞു നോക്കുന്ന കൂടിയില്ല കേട്ടോ. കാഴ്ചകളെല്ലാം മുഴുകി അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെയും കുട്ടികളെയും ആകർഷിക്കുന്ന ഒരുപാട് കാഴ്ചകൾ കച്ചവടക്കാർ ഈ വഴിക്ക് ഇരുവശത്തുമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഓർക്കപ്പുറത്ത് വന്നൊരു അതിഥിയാണ് ഈ കാണുന്നത് കേട്ടോ. കുറേ നേരം ചുറ്റി നടന്ന കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ 2 പേരും ഒരിടത്ത് പോയി ഇരിപ്പുറപ്പിച്ചു. അവിടെ ഇരുന്ന് കുറച്ച് നേരം കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് നേരം ഫോട്ടോഷൂട്ടും കാര്യങ്ങളുമായിട്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങ് പോയി കേട്ടോ. പിന്നെ വെളിയിൽ എപ്പോൾ പോയാലും സ്ട്രീറ്റ് ഫുഡ് കഴിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമുള്ളൊരു കാര്യം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയ വൃത്തിയൊന്നും പ്രതീക്ഷിക്കരുത്, എങ്കിലും നമുക്ക് കഴിക്കണം. അതാണ് അതിൻ്റെ ഒരു ഇത്. അങ്ങനെ ഞങ്ങൾ ഓരോ പ്ലേറ്റ് ചോലെ കുൽച്ച ഓർഡർ ചെയ്തു. അങ്ങനെ കേട്ടോ അതിൻ്റെ പേര്. ഏകദേശം ഒരു പൊറോട്ടയുടെയൊക്കെ ഒരു ടേസ്റ്റായിട്ടൊക്കെ വരും. പിന്നെ ഇതിന് കൂടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കടലക്കറിയാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും ആസ്വദിച്ച് അതങ്ങോട്ട് കഴിച്ചു. ഞാനതൊക്കെ കഴിച്ച് അങ്ങനെ ഫുഡ് അടിച്ച് വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ജ്യൂസ് കുടിച്ചാലൊന്നായി. അപ്പോൾ പിന്നെ നേരെ വിട്ടു ഫ്രഷ് കരിമ്പൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഉള്ള ഒരു വഴിയോര കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് ഫ്രഷ് കരിമ്പൻ ജ്യൂസും വാങ്ങി. അങ്ങനെ കരിമ്പൻ ജ്യൂസും കുടിച്ച് ഇനി നേരെ വീട്ടിലേക്ക്. ബൈ.